എറണാകുളം കടവന്ത്രയിൽ നിന്ന് കാണാതായ വയോധികയെ ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ കൊന്നു കുഴിച്ചു മൂടിയതായി സംശയം. പോലീസ് നടത്തിയ പരിശോധനയിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി. പ്രതികളെന്ന് സംശയിക്കുന്ന മാത്യുവും ഷർമിളയും ഒളിവിൽ പോയി എന്നാണ് പോലീസ് പറയുന്നത്. ഡാനി പോൾ ആദ്യം നമുക്കൊപ്പം കടവന്ത്രയിലെ വീട്ടിൽ നിന്ന് ചേരുകയാണ്. ഡാനി, കടവന്ത്ര സ്വദേശി ഈ ആലപ്പുഴയിൽ എങ്ങനെ എത്തി എന്നതടക്കം ഒരുപാട് ചുരുളഴിയാനുള്ള സംശയങ്ങൾ ഇനിയും ബാക്കി നിൽക്കുകയാണ്, ദുരൂഹത ബാക്കി നിൽക്കുകയാണ്. ഈ സുഭദ്രയെ സംബന്ധിച്ച് അയൽവാസികൾ അടക്കം പറയുന്ന കാര്യം, ഈ പ്രതികളെന്ന് ഈ സംശയിക്കുന്ന ഷർമിള, മാത്യൂസ് എന്നിവരെ ഈ അയൽവാസികൾക്ക് നേരത്തെ പരിചയമുണ്ടോ? എന്താണ് കടവന്ത്രയിൽ നിന്ന് നൽകാനുള്ള വിവരങ്ങൾ? പരാതി ഉയർന്നതിനെ തുടർന്ന് കടവന്ത്ര പോലീസ് അന്വേഷണം തുടങ്ങി. ഈ അന്വേഷണത്തിൽ നിന്നാണ് എന്തുകൊണ്ടിത് ആലപ്പുഴയിലേക്ക് മാറുന്നു എന്ന ചോദ്യത്തിന് ഉത്തരമാവുന്നത്. കാരണം ഇവരെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിക്കുമ്പോൾ നേരത്തെ ഇവിടെ സമീപവാസി പറഞ്ഞ ചില പ്രതികരണങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇവരെ പതിവായിട്ട് കാണാനായിട്ട് കഴിഞ്ഞ കുറെ നാളുകളായി എത്തിയിരുന്നത് ഷർമിള എന്ന് പറയുന്ന സ്ത്രീയാണ്. ഷർമിള ട്രാൻസ്ജെൻഡർ ആണ് എന്നാണ് അദ്ദേഹം നേരത്തെ സംസാരിച്ചത്. ഈ അടുത്തിടെയാണ് ഷർമിളയുടെ വിവാഹം കഴിഞ്ഞുവെന്ന് ഇവർ പറയുന്നത്. ഷർമിള തന്റെ ഭർത്താവുമൊത്ത് ഇവിടെ വന്നിരുന്നതായും പറയുന്നു. ഈ സുഭദ്രയ്ക്ക് ചില സാമ്പത്തികമായി ചില ഇടപാടുകൾ ഉണ്ടായിരുന്നു. സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നു. പണം പലിശയ്ക്ക് കൊടുക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഇവർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ പലരുമായിട്ട് തന്നെ ഇവരുമായി ബന്ധപ്പെട്ടിരുന്നു. പക്ഷെ കൂടുതലായും ഷർമിളയുമായിട്ടായിരുന്നു ഇവർക്ക് കൂടുതൽ അടുത്തിടെ ഉണ്ടായിരുന്നതെന്ന് പറയുന്നു. ഒപ്പം സുഭദ്ര തന്റെ ഒരു സുഹൃത്തിനൊപ്പം ചേർന്നുകൊണ്ട് ഇവിടെ ഒരു ഹോസ്റ്റൽ, അതായത് ഒരു ലോഡ്ജ് എന്ന് പറയുന്ന ചെറിയ രീതിയിൽ തന്നെ അവർക്ക് അതിന്റെ ഒരു നടത്തിപ്പ് കൂടി രണ്ടുപേരും ചേർന്ന് ചെയ്തിരുന്നതായിട്ടും പറയുന്നുണ്ട്. ഭർത്താവ് മരിച്ചതിനു ശേഷം അവർ പൂർണ്ണമായി ഇവിടെ തന്നെയായിരുന്നു കൂടുതൽ സമയം ഉണ്ടായിരുന്നത്. അമ്പലത്തിൽ പോകുന്നു, രാവിലെ തിരിച്ചു വരുന്നു. പിന്നീട് ചെറിയ ചില സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നു. ആ പണം പലിശയ്ക്ക് കൊടുക്കുന്നത് പിരിക്കാനെല്ലാം തന്നെ ഇവർ പോകുന്ന ഒരു പതിവെല്ലാം തന്നെ ഇവർക്ക് ഉണ്ടായിരുന്നു. ഈ മക്കൾ ഇവിടെ അടുത്ത അല്ല താമസിച്ചിരുന്ന മക്കൾ കുറച്ചു ദൂരെയാണ്. അവർ വന്ന് പതിവായിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുകയും കാര്യങ്ങളുമെല്ലാം തന്നെ ചെയ്യുന്നു. മക്കളും എല്ലാവരും അടുപ്പം ഉണ്ടായിരുന്നതായിട്ടാണ് പരിസരവാസികൾ പറയുന്നത്. അതിനുശേഷം കഴിഞ്ഞ കുറച്ചു നാളായി ഇവരെക്കുറിച്ച് കാര്യമായ രീതിയിലുള്ള ഒരു വിവരമൊന്നും ലഭിക്കുന്നില്ല. എന്താണ് സംഭവിച്ചത്? വീട് അടഞ്ഞു കിടക്കുന്നു. അത്തരം കാര്യങ്ങൾ വന്നപ്പോഴാണ് മകൻ പരാതിയുമായിട്ട് എത്തുന്നത്, പരാതി നൽകുന്നത്. ഈ പരാതി പ്രകാരമാണ് കടവന്ത്ര പോലീസ് ഇത് സംബന്ധിച്ച് അന്വേഷണം തുടങ്ങുന്നതും അതിൽ ഈ പരിസരവാസികളിൽ നിന്നും അതോടൊപ്പം തന്നെ സമീപത്തെ CCTV ദൃശ്യങ്ങളടക്കം വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ അവസാനമായി ഇവിടുന്ന് പോകുന്ന സമയത്തെല്ലാം ഷർമിളയുടെ ഒരു സാന്നിധ്യം അതിലെല്ലാം തന്നെ ഉണ്ട്. ഈ പരിസരവാസികൾ പറയുന്ന കാര്യങ്ങൾ പോലെ തന്നെ ഷർമിള വളരെ അടുപ്പം പുലർത്തിയിരുന്നു ഇവരായിട്ട്. അപ്പോൾ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാമെന്ന നിഗമനത്തിലേക്ക് എത്തുകയും ഷർമിളയെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുമ്പോൾ അവരുടെ ഭർത്താവ് എന്ന് പറയുന്ന ആളെക്കുറിച്ചും എല്ലാം തന്നെ അന്വേഷിക്കുമ്പോൾ അത് ചെന്നെത്തി നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലേക്കാണ്. അവസാനം അവിടെയാണ് അവർ കേന്ദ്രീകരിക്കുന്നതെന്ന വിവരങ്ങളിലേക്ക് വന്നു. അതിനുശേഷമാണ് ഈ പോലീസ് ആലപ്പുഴയിലേക്ക് അന്വേഷണം നീങ്ങുന്നതും ഇപ്പോൾ നമ്മൾ ചെന്നെത്തി നിൽക്കുന്ന ഈ സംഭവങ്ങളിലേക്കടക്കം കാര്യങ്ങൾ വന്നു നിൽക്കുന്നതുമെല്ലാം തന്നെ ചെയ്യുന്നത്. എന്തായാലും പോലീസ് തുടക്കത്തിൽ അന്വേഷിച്ചിരുന്നു. പരിസരവാസികളിൽ നിന്നടക്കം വിശദമായ രീതിയിൽ സംബന്ധിച്ച മൊഴിയടക്കം രേഖപ്പെടുത്തുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ ഈ കാര്യങ്ങളിലേക്കെല്ലാം വന്നിരിക്കുന്നത്. അതിന്റെ ഒരു പൂർണ്ണതയിലേക്ക് വരണമെങ്കിൽ അവിടെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണം അത് പൂർത്തിയാകേണ്ടതുണ്ട്. അതിന്റെ കാര്യങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട്. നിലവിൽ ഈ പരിസരവാസികൾ പറയുന്ന കാര്യങ്ങളാണ്. ഷർമിളയായിരുന്നു ഇതിൽ കൂടുതൽ അടുപ്പം പുലർത്തിയിരുന്നത്. അവരുമൊത്തായിരുന്നു അവസാനം കാണുന്ന CCTV ദൃശ്യങ്ങളിലടക്കം സുഭദ്ര ഉണ്ടായിരുന്നത്. സാമ്പത്തികമായ ഇടപാടുകൾ അടക്കം ഇവരുമായിട്ട് ഉണ്ടായിരുന്നതായും ചില സംശയങ്ങളുണ്ട്. സുഭദ്രയ്ക്ക് എന്തു വന്നാലും സാമ്പത്തിക വിഷയങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. അത്തരം കാര്യങ്ങളെല്ലാം ഇതിൽ ഇനി അന്വേഷിക്കപ്പെടേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ കടവന്ത്രയിൽ നിന്ന് നൽകാവുന്ന ഒരു ചിത്രം ഇതാണ്. കഴിഞ്ഞ 4-ാം തീയതി കാണാതായ പരാതിയിൽ സുഭദ്രയെക്കുറിച്ചുള്ള അന്വേഷണം ആലപ്പുഴയിലേക്ക് എത്തി നിൽക്കുന്നു. ആലപ്പുഴയിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം അവിടെ മൃതദേഹം അവരെ കൊലപ്പെടുത്തിയ ശേഷം കുഴിച്ചിട്ടു എന്ന രീതിയിലേക്ക് അനുമാനങ്ങൾ ചെന്നെത്തി നിൽക്കുകയാണ്. കൂടുതലായും തന്നെ സംശയിക്കപ്പെടുന്നത് ഷർമിളയൊപ്പം ഉണ്ടായിരുന്ന ഈ
ദിവസങ്ങളാണ്. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ അവർക്കറിയാം എന്നാണ് പരിസരവാസികൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ആര്യ, തീർച്ചയായും ഡാനി പോളാണ് കടവന്ത്രയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഡാനി സൂചിപ്പിച്ചതുപോലെ തന്നെ ഷർമിളയിലേക്കും മാത്യൂസിലേക്കും തന്നെയാണ് ഇപ്പോൾ സംശയങ്ങളെല്ലാം എത്തി നിൽക്കുന്നത്. ശരണ്യ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശരണ്യ, ഇപ്പോൾ ഈ മാത്യൂസിന്റെയും ഷർമിളയും അവർ രണ്ടുപേരും താമസിച്ചിരുന്ന വീടിന്റെ പുരയിടത്തിലാണ് ഈ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. നേരത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് പ്രാഥമികമായും പോലീസിന് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഇതിൽ പ്രധാനമായ കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ മൃതദേഹം പുറത്തേക്ക് എടുത്തിരിക്കുന്നു. ഇൻക്വസ്റ്റ് നടപടികളിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. സുഭദ്രയുടേതെന്ന് സംശയിക്കുന്ന ആ മൃതദേഹമാണ്. തീർച്ചയായും ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷം മാത്രമേ സുഭദ്രയുടേതെന്ന ഒരു സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയുള്ളൂ. ജീർണാവസ്ഥയിലാണ് മൃതദേഹം ഉള്ളത് എന്നുള്ളതാണ്. ഈ സുഭദ്രയും ഷർമിളയും മാത്യൂസും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത്, സുഭദ്ര സ്ഥിരമായി തീർത്ഥാടനത്തിനൊക്കെ പോകുന്ന ആളാണ്. തീർത്ഥാടന കേന്ദ്രങ്ങളിൽ വെച്ചുള്ള പരിചയമാണ് ഈ സുഭദ്രയും ഒപ്പം തന്നെ ഷർമിളയും. മംഗലാപുരം സ്വദേശിയായ ഉടുപ്പി സ്വദേശിയായ ഷർമിളയുമായി ഉള്ളത് എന്നുള്ളതാണ് അന്വേഷണ സംഘം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അത് മാത്രമല്ല, ഇവിടെ 2 വർഷക്കാലമായി ഈ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് സുഭദ്ര വരാറുണ്ടായിരുന്നു എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ അന്വേഷണ സംഘം ഇപ്പോൾ മൃതദേഹം കണ്ടെടുത്ത വീട് ആലപ്പുഴ കലവൂര് കോർത്തശ്ശേരി എന്ന പ്രദേശത്തുള്ള വീടാണ്. ഈ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് മാത്രമാണ് മാത്യുവും ഒപ്പം തന്നെ ഭാര്യയായ ഷർമിളയും. മാത്യുവിന്റെ 2ാം വിവാഹമാണ്, അതായത് ഷർമിളയുടെ 2ാം വിവാഹമാണ് മാത്യുവുമായിട്ടുള്ളത്. മാത്യുവും ഒപ്പം തന്നെ ഷർമിളയും ഇടയ്ക്ക് മാത്രമാണ് ഇവിടേക്ക് വരാറുള്ളത് എന്നുള്ളതാണ്. കഴിഞ്ഞ 7-ാം തീയതി ഇവിടെ ഒരു കുഴി ഒരാളെ കൊണ്ട് എടുപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 4-നാണ് ഷർമിള മിസ്സിംഗ് ആണ് എന്നുള്ള വിവരം പോലീസിന് ലഭ്യമാകുന്നതും തുടർന്ന് കടവന്ത്രയിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിലേക്ക് പോലീസ് 7-ന് കേസ് രജിസ്റ്റർ ചെയ്ത് കടക്കുകയും ചെയ്യുന്നത്. പക്ഷേ അതിനുശേഷം ഈ ദിവസങ്ങളിൽ, അതായത് ഈ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഇവിടെ സുഭദ്ര എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഷർമിളയുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു. നേരത്തെ ഡാനി സൂചിപ്പിച്ചതുപോലെ തന്നെ അത്തരം CCTV ദൃശ്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സുഭദ്രയെ കാണാതാകുന്ന ഘട്ടത്തിൽ ശരീരത്തിൽ സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ സ്വർണ്ണാഭരണങ്ങൾ ഇപ്പോൾ കണ്ടെടുത്ത മൃതദേഹത്തിൽ ഇല്ല എന്നുള്ളതാണ്. മാത്യുവിനോടും ഒപ്പം തന്നെ ഷർമിളയോടും സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് പോലീസ് നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ഇവർ രണ്ടുപേരും ഇപ്പോൾ മിസ്സിംഗ് ആണ്. ഇവർ രണ്ടുപേരും ഇപ്പോൾ ഒളിവിലാണ്. അന്യ സംസ്ഥാനം കേന്ദ്രീകരിച്ച് ശരണ്യ, ഒരു സംശയം, അതായത് ഈ മൃതദേഹം മറവ് ചെയ്യാനാണോ എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ആ ഒരു കുഴി എടുത്തു എന്ന് പറയുന്ന ദിവസം 7-ാം തീയതി, അതിനുശേഷവും ഈ നാട്ടിൽ തന്നെ തുടർന്നിരുന്നോ ഈ ഷർമിളയും മാത്യൂസും? അതെ, ഇവര് സ്ഥിരമായി താമസിക്കുന്നത് ഇവിടെ അല്ല, ഈ കോർത്തശ്ശേരി അല്ല, കുറച്ചുകൂടെ പടിഞ്ഞാറേക്ക് മാറി കാട്ടൂർ എന്ന സ്ഥലത്താണ് ഇവർ താമസിക്കുന്നത്. ഇവർ ഇടയ്ക്കിടയ്ക്ക് മാത്രമാണ് ഈ വീട്ടിൽ വരാറുള്ളത് എന്നുള്ളതാണ് ഈ അയൽവാസികളായ ആളുകളൊക്കെ വ്യക്തമാക്കുന്നത്. ഇപ്പോ ആലപ്പുഴ SP മോഹനേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘം ആ വീടിനകത്ത് കയറി പരിശോധനയൊക്കെ നടത്തിയിട്ടുണ്ട്. ഈ വീടും സാഹചര്യവും ഒക്കെ കണ്ടാൽ തന്നെ നമുക്കറിയാം അതൊരു സ്ഥിര താമസമുള്ളൊരു വീടല്ല, ഇടയ്ക്കിടയ്ക്ക് മാത്രമാണ് ഇവർ വരുന്നതെന്ന് പറയുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം സുഭദ്ര ഇവിടെ എത്തിയിരുന്നു എന്നുള്ള കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. അതായത് കൊല്ലപ്പെടുന്നു എന്ന് കരുതുന്ന ദിവസങ്ങൾക്ക് മുമ്പ് സുഭദ്ര ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് വന്നിട്ടുണ്ട്. ഒപ്പം സ്വർണ്ണാഭരണങ്ങളെ സംബന്ധിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് അത്തരത്തിൽ സ്വർണ്ണാഭരണങ്ങൾ സംബന്ധിച്ച് അത്തരം കാര്യങ്ങൾ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ആലപ്പുഴ DYSP മധു ബാബു വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് അത്തരത്തിൽ ഈ സ്വർണ്ണാഭരണങ്ങൾ കൈക്കലാക്കുന്നതിന് വേണ്ടിയാണോ ഇത്തരം കാര്യങ്ങൾ നടന്നത് എന്നതിനെ സംബന്ധിച്ചും ഒക്കെയുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിനകത്ത് പോലീസ് അല്പം കൂടെ കഴിഞ്ഞ് അത് വിശദീകരിക്കാമെന്ന് പറയുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് എന്തൊക്കെയോ സൂചനകളും പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭ്യമാകുന്നുണ്ട്. കഴിഞ്ഞ ഈ 73 വയസ്സുകാരിയായ സുഭദ്ര 2 വർഷക്കാലമായി ഇവരുമായി ബന്ധം പുലർത്തിയിരുന്ന ആളാണ്. ഇവിടേക്ക് വരുന്ന ആളാണ്. ഇവിടേക്ക് വന്ന് ഇടയ്ക്കിടയ്ക്ക് വരികയും ഈ ഷർമിളയുമായി അടുത്ത ബന്ധം പുലർത്തുകയും ചെയ്തിരുന്ന ആളാണ് എന്നുള്ളതാണ്. തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടുള്ള സൗഹൃദമാണ് ഇവർ തമ്മിലുള്ളത്. തീർത്ഥാടന കേന്ദ്രങ്ങളിൽ വെച്ച് ഉള്ള പരിചയമാണെന്നുള്ളതാണ്. 4-ന് മകൻ ഇടയ്ക്ക്, അതായത് 2 ആൺമക്കളാണ് സുഭദ്രയ്ക്കുള്ളത്. അവർ രണ്ടുപേരും ഇവരോടൊപ്പം താമസിക്കുന്നില്ല. ക്ഷമിക്കണം.
ഇവരോടൊപ്പം താമസിക്കുന്നില്ല. അപ്പോ കഴിഞ്ഞ ദിവസം ഈ കാണാതാകുന്ന പരാതി കൊടുക്കുന്നതിന് മുമ്പുള്ള ദിവസങ്ങളിൽ മരുന്ന് വാങ്ങി ഏൽപ്പിച്ചിരുന്നു. പക്ഷെ ക്ഷേത്രത്തിലൊക്കെ പോകുന്നതുകൊണ്ട് തന്നെ മിക്കവാറും വീട്ടിൽ കാണാറില്ല എന്നുള്ളതാണ്. അപ്പൊ വീടിന്റെ വാതിലിന്റെ പൂട്ടിൽ ഈ മരുന്നിന്റെ കവർ തൂക്കിയിട്ടിരുന്നു. എന്നാൽ 2 ദിവസം കഴിഞ്ഞ് മകൻ വന്ന് നോക്കിയപ്പോഴും ആ മരുന്നിന്റെ കവർ എടുത്തിട്ടില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. തുടർന്ന് ഈ കവർ എടുക്കാതെ ആയപ്പോഴാണ് ആളകത്തില്ല എന്നുള്ളൊരു സംശയത്തിലേക്ക് മകൻ പോവുകയും മകൻ പരാതിയിലേക്ക് പോകുകയും ചെയ്തിട്ടുള്ളത്. ശരണ്യ, ഇതിപ്പോൾ നേരത്തെ ഡാനി സൂചിപ്പിച്ചത് പ്രകാരം കടവന്ത്രയിലെ CCTV ദൃശ്യങ്ങളിൽ അവസാനമായി ഈ സുഭദ്രയും ഈ ഷർമിളയും ഒരുമിച്ച് കാണുന്നു. ഇവിടെ ഇപ്പോൾ ഷർമിള ഈ വീട്ടിൽ വന്നിട്ടുണ്ട് എന്നുള്ള സ്ഥിരീകരണം കൂടി പോലീസ് നടത്തുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കൂടുതൽ ഷർമിളയും മാത്യൂസും തന്നെയാണ് പ്രതികൾ എന്നുള്ള കാര്യത്തിൽ അത് ഒരു ഉറപ്പിക്കാവുന്ന ഘട്ടത്തിലേക്ക് പോലീസ് കടക്കുന്നുണ്ട് എന്ന് കരുതണമോ? അവർക്കായുള്ള തെരച്ചിൽ ഏത് തരത്തിലാണ് പുരോഗമിക്കുന്നത്? തീർച്ചയായിട്ടും അവരിലേക്ക് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ സംശയം നീളുന്നത്. കാരണം ഇവരെ പോലീസിൽ ഹാജരാകണമെന്നുള്ള നിർദ്ദേശം അന്വേഷണത്തിന്റെ ഭാഗമായി മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്നുള്ള നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷെ ഇവർ രണ്ടുപേരും ഹാജരാവാതെ പിന്നീട് ഒളിവിൽ പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 3 അടിയോളം താഴ്ചയുള്ള ഒരു കുഴിയാണ് ഈ വീട്ടിൽ എടുത്തിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഈ കുഴിയെടുത്തതിനെ സംബന്ധിച്ചൊക്കെ പോലീസ് അത്തരത്തിൽ വിവരമുണ്ടല്ലോ എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ പോലീസ് ഇവരോട് ചോദിച്ചിരുന്നു. തുടർന്ന് ഇവർ സ്റ്റേഷനിലേക്ക് എത്തിക്കൊള്ളാമെന്ന് അറിയിച്ച് ഇവർ പിന്നീട് ഒളിവിലേക്ക് പോവുകയാണ്. ഇവര് അന്യ സംസ്ഥാനത്തേക്ക് കടന്നതായാണ് പോലീസ് സംശയിക്കുന്നത്. കാരണം ഈ ഷർമിള ഉടുപ്പി സ്വദേശിനിയാണ്. ഇവർ തമ്മിലുള്ള മാത്യുവും ഷർമിളയും തമ്മിൽ രണ്ടാമത് വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ബന്ധങ്ങളിലൊക്കെ ചില ദുരൂഹതകൾ ഉണ്ട് എന്നുള്ളതും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും തീർത്ഥാടന കേന്ദ്രവുമായി ബന്ധപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ സഞ്ചരിച്ച് അവിടേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള അവിടെ വെച്ചുണ്ടായ സൗഹൃദമാണ് ഇവരൊക്കെ തമ്മിൽ ബന്ധിപ്പിച്ചത് എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കുന്നത്. ശരണ്യ, ഈ ഷർമിളയുടെയും മാത്യൂസിന്റെയും ഉടമസ്ഥതയിലുള്ള വീടും സ്ഥലവും തന്നെയാണോ ഇത്, അതോ അവരിവിടെ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നോ? അല്ല, ഇത് ഈ വീട് വിൽസൽ എന്ന് പറയുന്ന വ്യക്തിയുടെ വീടാണ്. അദ്ദേഹം ഇവിടെ താമസമില്ല. അദ്ദേഹം ഈ വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. വീട് വാടകയ്ക്ക് നൽകിയിരിക്കുന്നത് ഈ സുഭദ്രയും ഷർമിളയും ഒപ്പം തന്നെ ഈ മാത്യുവും വീട് വാടകയ്ക്ക് എടുത്തിട്ട് 2 വർഷമേ ആയിട്ടുള്ളൂ എന്നുള്ളതാണ് ഈ അയൽവാസികളായ ആളുകൾ പറയുന്നത്. അവരുടെ ഉടമസ്ഥയുള്ള വീടല്ല, വാടകയ്ക്കുള്ള കെട്ടിടമാണ്. അപ്പോൾ ഒരു സംശയം, ഇവർ ഈ സമീപ പ്രദേശത്ത് തന്നെയുള്ള മറ്റൊരു സ്ഥലത്ത് എന്തിന് മാറി താമസിക്കുന്നു എന്നുള്ളൊരു ചോദ്യം കൂടി അവിടെ അവശേഷിക്കുന്നില്ലേ ശരണ്യ? അതാണ് ദുരൂഹതകൾ ഉണ്ട് എന്നുള്ളതാണ്. കാട്ടൂരാണ് ഇവര് സ്ഥിരതാമസം, കാട്ടൂരാണ് എന്നുള്ള കാര്യമൊക്കെ വ്യക്തമാകുന്നുണ്ട്. ഇനി വീട് അത്തരത്തിൽ മറ്റെന്തെങ്കിലും ദുരൂഹതകളുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും രഹസ്യ കാര്യങ്ങൾക്ക് വേണ്ടിയാണോ ഇത് ഉപയോഗിച്ചിരുന്നത് എന്നൊക്കെ അടക്കമുള്ള സംശയങ്ങളുണ്ട്. അതൊക്കെ വരും മണിക്കൂറുകളിൽ അന്വേഷണ സംഘം സ്ഥിരീകരിക്കും. എന്തായാലും ഈ മാത്യുവും ഷർമിളയും ഒളിവിലാണ് എന്നുള്ളതാണ്. സുഭദ്രയെ കണ്ടെടുത്ത മൃതദേഹത്തിൽ സ്വർണ്ണാഭരണങ്ങളില്ല.